നിങ്ങളുടെ വാഹനത്തിൽ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 100% കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം. എന്താണൊരു സ്ലിപ്പർ ക്ലച്ച്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു സ്ലിപ്പർ ക്ലച്ച് എന്നുള്ളൊരു പേര്. എന്നാൽ സ്ലിപ്പർ ക്ലച്ച് എന്താണ് നിങ്ങൾക്കറിയോ? ഈ കാണുന്ന റോയൽ എൻഫീൽഡ് 100 എന്ന് പറയുന്ന ബൈക്കിന് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. എന്നാൽ ഈ വാഹനത്തിലല്ല ആദ്യമായി സ്ലിപ്പർ ക്ലച്ച് വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് എന്താണ്, അല്ലെങ്കിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് എന്താണ്? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് സ്ലിപ്പർ ക്ലച്ച് അഥവാ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് എന്താണെന്നാണ്. സ്ലിപ്പ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ സ്ലിപ്പാകുക എന്ന് തന്നെയാണ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ബാക്കിലത്തെ ടയർ ലോക്ക് ആകാതിരിക്കാനും ഒക്കെയാണ് സ്ലിപ്പർ ക്ലച്ചസ് വരുന്നത് എന്നുള്ളത്. ശരിയാണ്. ബാക്കിലത്തെ ടയർ എങ്ങനെയാണ് ലോക്ക് ആകുന്നത്, അഥവാ എങ്ങനെയാണ് ബാക്കിലത്തെ ടയർ പെട്ടെന്ന് സ്പീഡ് കുറയുന്നത്? വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു ടോപ്പ് ഗിയറിലാണ് വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 5th ഗിയറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബൈക്കാണെങ്കിൽ ഇതൊരു 5th ഗിയർ ഉള്ളൊരു വാഹനമാണ്. ഏകദേശം ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഡൗൺ ചെയ്യുകയാണ്. അതായത് ഡൗൺ ചെയ്യുമെന്ന് പറയുന്നത് ഒരു 3rd ഗിയറിലോട്ട് ഡൗൺ ചെയ്ത് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ, ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ടയറിന് സ്പീഡ് കൂടുതലായിരിക്കും. ലോവർ ഗിയേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും എൻജിൻ്റെ കറക്കം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന കറക്കം കുറയും. അന്നേരം ടയറിൻ്റെ കറക്കം കൂടുതൽ, ഗിയർ ബോക്സിൻ്റെ കറക്കം കുറവും കൂടെ കൂടി വരുമ്പോഴത്തേക്കും ടയർ ഗിയർ ബോക്സിനെ കറക്കാൻ വേണ്ടി, അഥവാ നമ്മുടെ എഞ്ചിനിലോട്ട് RPM കൂട്ടാൻ വേണ്ടിയിട്ട് ടയറിൻ്റെ ഒരു ടോർക്ക് നേരെ കയറി എഞ്ചിനിലോട്ട് വരും. നിങ്ങൾ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി, ഒന്ന് ചിന്തിച്ച് നോക്കുക. വാഹനത്തിൻ്റെ ടയർ കറങ്ങുന്ന സ്പീഡ് കൂടുതൽ, എഞ്ചിൻ ആ ഒരു സ്പീഡിൽ കറക്കി തന്നെയാണ് 5th ഗിയറിൽ ഈ ടയറിന് ഈ ഒരു സ്പീഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഡൗൺ ചെയ്തു, അതായത് ഏകദേശം ഒരു 3rd ഗിയറിലോട്ട് ആക്കിയതിന് ശേഷം എഞ്ചിൻ്റെ RPM കൂടുകയാണ്. എഞ്ചിൻ്റെ RPM കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗിയേഴ്സ് ഡൗൺ ചെയ്യുമ്പോൾ എഞ്ചിൻ RPM കുറയും, പക്ഷേ ടയറിൻ്റെ ഇതും കൂടെ കയറി വരുമ്പോൾ എഞ്ചിൻ RPM കൂടും. പക്ഷേ നിലവിൽ അവിടെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിലൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് സ്പീഡ് ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ടയർ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആകാൻ വേണ്ടി, അതായത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് നിന്ന് പോകുന്നത്, അതായത് സ്റ്റോപ്പായി പോകുന്നല്ല, എന്നാൽ ഒരു സ്കിഡ് ആകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീഴാനൊക്കെ ഉള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രഷർ പ്ലേറ്റിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. അതായത് ഈ പ്രഷർ പ്ലേറ്റിലോട്ട് ബാക്ക് ടോർക്ക്, അതായത് നമ്മുടെ ടയറിൻ്റെ ഒരു ടോർക്കും കൂടെ കയറി വരുമ്പോൾ ഇത് തിരിച്ചാണ് കറങ്ങുന്നത്. ആ ലോഡ് വരുമ്പോൾ ആ തിരിച്ച് കറങ്ങുന്ന ലോഡിൽ ഒരല്പം സൈഡിലോട്ട്, അതായത് ഒന്ന് പൊങ്ങിക്കൊടുക്കും. അതിനകത്തുള്ളൊരു സ്ലോട്ട് കട്ടിങ് അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ലോട്ട് കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രഷർ പ്ലേറ്റ് ഒരു അല്പം കൂടെ ബാക്കിലോട്ടാവും, ക്ലച്ച് ഫ്രീ ആവും, സ്ലിപ്പ് ആവുന്നൊരു ഫീൽ വരും. അങ്ങനെ ക്ലച്ച് സ്ലിപ്പിംഗ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫീലാണ്. അത് നിങ്ങൾ ഈ വാഹനം ഓടിച്ച് നോക്കണം. ഇനി നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയമാണ്, ഈ വാഹനത്തിന് സ്ലിപ്പർ ക്ലച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 100% കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം. ആ ക്ലച്ച് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസ് മാത്രം നിങ്ങൾക്ക് വരുന്നുള്ളൂ. നിങ്ങളുടെ പഴയ മോഡൽ വാഹനത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. അതും അടിപൊളി കാര്യമാണെന്ന് ഞാൻ പറയും. നമുക്കിവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബാക്ക് ടയറിൽ ഒരു ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 3ഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കത്തില്ല. ഒരു വലിയൊരു സംഭവം തന്നെയാണെന്ന് ഞാൻ പറയും. അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് അഥവാ സ്ലിപ്പർ ക്ലച്ച് എന്ന് അറിയപ്പെടുന്നത്.